സൃഷ്ടിസ്ഥിതി വിനാശാനാം ശക്തിഭൂതേ സനാതനെ ഗുണാശ്രയേ ഗുണമയേ നാരായണ നമോസ്തുതേ. എൻ്റെ പേര് നിത്യാനന്ദ അടികം. കൊല്ലൂർ മൂകാംബിക തന്ത്രിയാണ്. ഇത് മൂകാംബികയിൽ തുറയ ഭക്തന്മാർ വരും. വേറെ രാജ്യ, വേറെ ഒരു ദേശം, ഇങ്ങനെയല്ല വേറെ വേറെ സ്ഥലത്തിൻ്റെ ഇവിടേക്ക് ഭക്തന്മാർ വരും. പക്ഷേ കുറേ ഭക്തന്മാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ശരിക്കും അമ്മനെ തൊഴുന്ന സമ്പ്രദായം എങ്ങനെയാണ്? എങ്ങനെ നമ്മൾ വന്നിട്ട് അമ്മനെ തൊഴണം? ആ ഒരു സമ്പ്രദായം എങ്ങനെ? ഇതൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. ഞാൻ ആദ്യം പറയാം, നിങ്ങൾ മൂകാംബിക വരുന്ന ഒരു ആഗ്രഹം നിങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ എപ്പോൾ വരണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് അമ്മയാണ്. നിങ്ങൾക്ക് എത്ര പ്ലാൻ ചെയ്താലോ അങ്ങനെ ആ പ്ലാൻ വരാൻ പറ്റില്ല എല്ലാവർക്കും. സഡന്നായിട്ട് പ്ലാൻ ആവോ, സഡന്നായിട്ട് വരും. ഇത് അമ്മ ആഗ്രഹമാണ്. നിങ്ങൾ വെറുതെ ഡിസൈഡ് ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. ഇവിടെ എപ്പോൾ വരണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് അമ്മയാണ്. ഫൈനൽ ഡിസിഷൻ അമ്മയാണ്. അതൊന്ന്. പിന്നെ എങ്ങനെ അമ്മനെ തുഴന്ന ഒരു സമ്പ്രദായം എങ്ങനെ ശരിക്ക് കണ്ടാൽ, ആദ്യം സൗപർണിക്കയിൽ സ്നാനം ചെയ്തിട്ട് കുളിച്ചിട്ട് അവിടെ ഒരു ഗണപതി അമ്പലമുണ്ട്. ആ ഗണപതി ദർശനം വിഘ്ന നിവാരക എന്ന് പറയൂ. നമ്മൾ ഏത് ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഹോമ ഹവന വിദ്യ ഏത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഗണപതി ദർശനം ചെയ്യുന്നത് ഒരു പരമ്പരയാണ്, നമ്മളെ ഒരു സംസ്കാരമാണത്. ആദ്യം ഗണപതി അമ്പലം തൊഴുത് പിന്നെ അമ്മ തൊഴുന്നത്, ലാസ്റ്റിൽ വീരഭദ്ര തൊഴുന്നത് ഒരു സമ്പ്രദായമാണ്, ഇവിടുത്തെ സമ്പ്രദായം. പിന്നെ ചുറ്റ അമ്പലങ്ങളുണ്ട്, അമ്പലമെല്ലാം തൊഴുന്നത് ഒരു സമ്പ്രദായമാണ് ഇവിടെ. പിന്നെ ഈ വിദ്യാരംഭം ചെയ്യാനോർ കുറേ കുട്ടികൾക്ക് വിദ്യാരംഭം ചെയ്യാൻ ആ ഒരു സന്ദർഭത്തിൽ വരാൻ പറ്റില്ല. അവരെന്താ ചെയ്യുക? അതൊന്നും വിഷമിക്കുന്ന ആവശ്യമില്ല. അത് നമ്മൾ എപ്പോൾ ടൈമാവോ ആ ടൈമിൽ വന്നിട്ട് വിദ്യാരംഭം ചെയ്യാൻ പറ്റും. ആ കുട്ടിക്ക് 5 വർഷം 10 വർഷം ഇപ്പോൾ ഈ PhD ചെയ്യുന്നവർ വന്നിട്ട് വിദ്യാരംഭം ചെയ്യും ഇവിടെ. അതാണ് ആ വിദ്യക്ക് ഏജ് ഇല്ല. സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊരു പ്രാരംഭമാണ്. വിദ്യാരംഭ എന്ന് പറയും. പക്ഷെ അത് മാത്രം ആരംഭമല്ല. ഈ വിദ്യയെ ആ ഒരു സ്ഥാനം എന്ന് പറയും. ഓരോരു പുതിയ സ്ഥാനത്തിൽ പോകുമ്പോൾ ഓരോരോ പുതിയ ആരംഭമാണ്. എപ്പോൾ വേണമെങ്കിലും വന്നിട്ട് വിദ്യാരംഭം ചെയ്യുക, അങ്ങനെയൊന്നും നിബന്ധനയൊന്നുമില്ല. പക്ഷേ ആരംഭത്തിൽ ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾക്ക് വേറെ അമ്പലം പോകുന്നത്, ഇവിടെ വരുന്നത്, മൂകാംബിക വരുന്നത് ഒരു പ്രത്യേകത ഉണ്ട്. മൂകാംബിക വന്നാൽ നമ്മൾക്ക് ഉള്ളിൽ വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. നിങ്ങൾ എപ്പോൾ വന്നാലും ഒരു ഉത്സവം മാതിരി കാണും. ഫെസ്റ്റിവൽ ഇതെന്താ ഫെസ്റ്റിവലാണോ ആ മാതിരി കാണും. അത് ഈ പ്രഭാവലയ എന്ന് പറയട്ടെ. ഈ പഴയ ഫോട്ടോകൾ, ദേവന്മാരുടെ പഴയ ഫോട്ടോ കണ്ടാലേ നമ്മൾക്ക് ആ ഭാഗത്തിൽ ഒരു വിളക്ക് അത് ഡിസൈൻ ചെയ്യും. അത് പ്രഭാവലയ എന്ന് പറയും, ഓറ എന്ന് പറയും, പ്രഭാവലയ. അത് മൂകാംബികയിലെ ഫുൾ അമ്പലം ആ പ്രഭാവലയമുണ്ട്. അതുകൊണ്ട് നമ്മൾ മൂകാംബിക വന്നാൽ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നത്, ഒരു പ്രാവശ്യം വന്നവർ മറുപടി വരുന്നത്, ആ പ്രഭാവലയ അവർക്ക് ടച്ചായാൽ അവർക്ക് ഇവിടെ വാപ്പസ് റിട്ടേൺ വരണമെന്ന് ഒരു തോന്നും. ഇതാണ് അവിടുത്തെ ഒരു രഹസ്യമാണത്. ആ പ്രഭാവലയ ഫുൾ അമ്പലമുണ്ട്. അതുകൊണ്ട് നമ്മൾ വന്നാൽ ആ ഒരു ഫെസ്റ്റിവൽ ഫീലിംഗ് എപ്പോൾ വന്നാലും ഒരു പോസിറ്റീവ് എനർജി ഫീലിംഗ്. അപ്പോൾ ഈ ആൾക്കാർ കൂടുതലും ഉണ്ടാവും, തിരക്കുണ്ടാവും. ആ സമയത്ത് എല്ലാവരും അർജൻറ്റിലുണ്ടാവും. പക്ഷെ നമ്മൾ ആൾക്കാർ തിരക്കില്ലാത്ത സമയത്തിൽ വന്നാൽ നമ്മൾക്കത് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. എപ്പോഴും അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഈ തിരക്കുള്ള സമയത്തിൽ ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാവരും ഒരു അർജൻറ്റിലുണ്ടാവും. അത് അങ്ങനെ ഫീൽ മനസ്സിക്കറിയില്ല. ഓരോ സമയങ്ങളിലും ഓരോ രൂപത്തിലാണ്. അമ്മ ആ ഓരോരോ സമയത്തിൽ ഓരോരോ രൂപ. അത് ആ രൂപ 3 രൂപങ്ങളാണ്.
ഐക്യസ്വരൂപിണിയോ പറയൂ. ഐക്യ എന്നാൽ 3 ഐക്യമായ ഒരു ರೂಪമാണ് മൂകാംബിക എന്ന് പറയും. ഈ രാവിലെ വിദ്യാരംഭ ഇതെല്ലാം സരസ്വതി പൂജ ഇതെല്ലാം രാവിലെ ചെയ്യും. വിദ്യാരംഭ 6 മണി മുതൽ 1:30 വരെ വിദ്യാരംഭം, നാമകരണ, അന്നപ്രാശന ഈ സരസ്വതി ബന്ധപ്പെട്ട എല്ലാ പൂജകൾ മോർണിംഗിൽ ചെയ്യും. പിന്നെ ശതരുദ്ര, ರಥೋತ್ಸವ ഇതെല്ലാം മധ്യാഹ്നത്തിൽ ചെയ്യും. ദുർഗയ്ക്ക് ബന്ധപ്പെട്ട എല്ലാ പൂജകൾ മധ്യാഹ്ന സമയത്തിൽ ചെയ്യും. പിന്നെ ഈവനിങ്ങിൽ സന്ധ്യയ്ക്ക് പ്രദോഷ പൂജ ചെയ്യും. കാളിക്ക് ബന്ധപ്പെട്ട ചെറിയ പൂജകളെല്ലാം രാത്രി ചെയ്യും. രാത്രി സ്വർണ്ണരഥ ഉദയാസ്തമനത്തിൻ്റെ ഇതെല്ലാം ആ ഒരു സമയത്തിൽ ചെയ്യുവാണ്. ലാസ്റ്റിൽ കഷായ ദീപാരാധന, കഷായ ദീപാരാധന ലാസ്റ്റിൽ ചെയ്യും. ആദ്യം നമ്മൾ ഈ ശിവേലിയിലും അമ്മയെ ഉത്സവത്തിൽ പോകും. ആ ശിവേലി ആയിട്ട് ശേഷം പിന്നെ പല്ലക്കി ഉത്സവ എന്ന് പറയും. 2 ആൾ പിടിച്ചിട്ട് പോകുന്നത്. പിന്നെ ലാലക്കി ഉത്സവ എന്ന് പറയൂ, 4 ആൾ പിടിച്ചിട്ട് പോകുന്നത് ആ ഉത്സവമാണ്. പിന്നെ രഥവേലി ആയിട്ട് ശേഷം അമ്മനെ കൊണ്ട് ആ സരസ്വതി മണ്ഡപത്തിൽ ഒരു പൂജ ചെയ്യും. അമ്മ സരസ്വതി മണ്ഡപത്തിൽ പൂജ ചെയ്തിട്ട് അഷ്ടാവധാന സേവ എന്ന് ഇപ്പോൾ. അഷ്ടാവധാന എന്നാൽ അമ്മയ്ക്ക് ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവണവേദ ഈ വേദങ്ങളെല്ലാം പറയുന്നത്. പിന്നെ പാട്ട് പാടുന്നത്, പിന്നെ ശാസ്ത്ര പറയുന്നത്, പഞ്ചാംഗ ശ്രവണം ചെയ്യുന്നത് ഇതെല്ലാം നടക്കും. പിന്നെ ഇതെല്ലാം ആയിട്ട് ശേഷം വാദ്യസേവകളുണ്ടാവും. ആ വാദ്യസേവ ചെയ്തിട്ട് അമ്മനെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് കഷായ ദീപാരാധന ചെയ്യുവാണ്. ഇത് ആ ഒരു ചടങ്ങത്തിന് ഒരു പാർട്സാണ്.